അള്ളാഹുവേ, അധികമായ ഉറക്കും അധികമായ വയറും ഇങ്ങനെയൊരു അവസ്ഥയെ തൊട്ട് നീ എനിക്ക് കാവൽ നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ റബീഉ ബിൻ ഖുസൈം റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഒരു വലിയ ഉപദേശം ലഭിക്കണമെന്ന നിലക്ക് അക്കാലത്തെ ഏറ്റവും വലിയ സൂഫിവര്യനാകുന്ന മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണമെന്ന നിലക്കാണ് ഞാൻ അവിടെ എത്തിയത്. പക്ഷേ മഹാനുഭാവൻ സുബഹി നിസ്കാരത്തിലാണ്. അവിടുത്തെ നിസ്കാരത്തിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, അവരേതോ ഒരു ലോകത്ത് നിൽക്കും പോലെയാണ് അവരുടെ നിസ്കാരം. ആനന്ദ ലഹരിയിൽ നിസ്കരിക്കും പോലെ വലിയ സമയം അള്ളാഹുവിന്റെ മുമ്പിൽ അവർ സമയം ചെലവഴിച്ചു. അങ്ങനെ ഞാൻ അവരെ കാത്തിരുന്നു. അവർ സുബഹിക്ക് ശേഷം ദിക്റിലും സ്വലാത്തിലുമായി ളുഹാ നിസ്കാരം വരെ ദിക്റിലാണ്. വീണ്ടും ഖുർആൻ പാരായണം. ളുഹർ നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വീണ്ടും അവർ മുഴുകുകയാണ്. ഇങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞു, മഗ്രിബ് കഴിഞ്ഞു. ഓരോ സമയം കഴിയും തോറും ഇബാദത്തിലേക്ക് വീണ്ടും വീണ്ടും അവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ദിക്റുകളും സ്വലാത്തുകളും ഖുർആൻ പാരായണവും മാത്രമായി ഒരു ദിവസം തീർന്നുപോയി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസവും മഹാനുഭാവനെ കാത്തിരുന്നു. രണ്ടാമത്തെ ദിവസവും അതുപോലെ തന്നെയാണ്, ഖുർആനും ദിക്റുകളും സ്വലാത്തുകളും മാത്രം. 3 ദിവസം കഴിഞ്ഞു. 4-ാമത്തെ ദിവസമാണ് മഹാനുഭാവൻ രാത്രിയിൽ ഒരല്പസമയം ഉറങ്ങുന്നത് ഞാൻ കണ്ടത്. ഒരല്പസമയം ഉറങ്ങുകയും ഒന്ന് സുബഹിക്ക് എഴുന്നേൽക്കാൻ ഒരല്പ സമയം വൈകിപ്പോയപ്പോൾ മഹാനുഭാവൻ അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തു, അള്ളാഹുവേ, അധികമായ ഉറക്കും അധികമായ വയറും ഇങ്ങനെയൊരു അവസ്ഥയെ തൊട്ട് നീ എനിക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഈ പ്രാർത്ഥന മാത്രമാണ് ഞാൻ കേട്ടത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഉപദേശമെന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോന്നു.